ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. അതിനുവേണ്ടി കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് വരുന്നത് 5.5 ലിറ്റർ ഓയിലാണ്. നമ്മളൊരു ഡീസൽ വേരിയൻ്റ് വണ്ടിയാണ്. ആ വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു 5 ലിറ്ററും അതുപോലെ തന്നെ ഒരു ചെറിയ 500 ml കൂട്ടിയിട്ട് 5.5 ലിറ്റർ ഓയിൽ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽറ്ററും നമ്മളിതുപോലെ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇതാട്ടോ ഓയിൽ ഫിൽറ്റർ. അപ്പോൾ ഇതിന് ഏകദേശം 400 രൂപയാണ് വില വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഓയിലിന് വരുന്നത് എല്ലാം കൂടി ഏകദേശം 2300 രൂപയാണ് ഈ ഒരു ഓയിലിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് 247 രൂപ ഇതിനും വരും. അപ്പോൾ നമുക്കിത് മൂന്നും കൂടിയിട്ട് എല്ലാം കൂടി ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 2800 കിട്ടിയത് മൊത്തത്തിൽ. ഇനി നമുക്ക് ഓയിൽ എങ്ങനെ മാറ്റാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളെ വണ്ടി കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ കയറ്റി വെച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് ഓയിലിനെ ഞെട്ടയച്ചിട്ട് ഓയിൽ ചോർത്താൻ. അപ്പോൾ ഹൈറ്റ് ഇല്ലെങ്കിൽ നമുക്കിതുവഴി പോകാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് 2 ടയറും കട്ടപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിലിനെ ഞെട്ടയച്ച് ഓയിൽ ചോർത്താം. നമ്മൾ ഓയിൽ ചേർത്താനുള്ളൊരു സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഒരു കേനി ഇതിൻ്റെ ഹൈറ്റിന് ഒത്ത സാധനം വേണം. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഓയിലിട്ട് കഴിക്കാം. അതിനെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 17-ൻ്റെ ബോക്സ് വേണം. 19 18 15 17-ൻ്റെ ബോക്സ്. mm ബോക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടൂളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഓയിലിനിട്ട് ഇത് ലൂസാക്കിയിട്ടാണ് നമ്മൾ ഓയിൽ ചോർത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് 17 ഒരു ബോക്സോ ഇല്ലെങ്കിൽ റിങ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമുക്കെല്ലാം ചോർത്താം. കുറച്ച് റിസ്ക് ഉണ്ട്.
അപ്പോൾ നമ്മുടെ ഓയിൽ നെട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു വാഷർ ഇത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഓയിൽ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു വാഷർ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്തത് അതാണ് ഇടേണ്ടത്. ഇതൊരു അലൂമിനിയത്തിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇത് 1 ടൈമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് കറക്റ്റ് ഓയിൽ ലീക്കൊന്നുമില്ലാതെ സീൽ ചെയ്ത് നിൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ വാഷർ തന്നെ മാറണം. അപ്പോൾ നമ്മളത് കൈമന്ന് കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ കൂടി കിട്ടിയ ഓറിങ്ങും അതുപോലെ തന്നെ ഇതാ ഈ ഒരു വാഷർ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് ഇടണം. ഒരു വാഷർ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് സീലിംഗ് ആയിട്ട് നിന്നോളൂ. ഇനി എന്താണ് എൻജിൻ്റെ കവറൊക്കെ ആദ്യം ഊരിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് കൊടുക്കുക. അപ്പം പരമാവധിയുള്ള ഓയിലൊക്കെ കംപ്ലീറ്റ് ഇറങ്ങിപ്പോയിക്കൊള്ളും. പിന്നെ ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഈ ഓയിൽ ഫിൽറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് 25ൻ്റെ ബോക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 25ൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ ഇതാ ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ടൈറ്റ് ഉണ്ട്. നമ്മൾ ഓയിൽ ഫിൽറ്റർ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാട്ടോ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ നോക്കിയാണ് മൊത്തം കരിഞ്ഞ് കിടക്കുകയാണ്. ഇനി നല്ലൊരു തുണിയെടുത്ത് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം ക്ലിയർ ആക്കണം. പഴയ കരി ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മൊത്തം കരി പിടിച്ചെടുക്കുന്നത്. മൊത്തം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മളിത് മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മളിനി 2 ഓറിങ് മാറ്റണം. ആദ്യമുള്ളത് ഇവിടെയുള്ള ഈ ഓറിങ് ആണ്. നമ്മുടെ ഫിൽറ്റർ എടുക്കാം. ഫിൽറ്റർ എടുത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഓക്കെ സെറ്റ്. സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫിൽറ്റർ ഇതിലോട്ടിട്ട് കൊടുക്കാം.
നമ്മുടെ ഫിൽറ്റർ ടൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓയിൽ പരമാവധി ഉറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തെ ഞെട്ടിട്ടതിന് ശേഷം ഓയിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഓയിലെല്ലാം ചോർന്നിട്ടുണ്ട്. ഇനി നമ്മളെ ഓയിലിനിട്ട് അതിലോട്ട് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ കുപ്പി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് 5 ലിറ്റർ ഓയിലാണുള്ളത്. 5 ലിറ്റർ ഓയിൽ അങ്ങ് ഒഴിക്കുക. ഓയിലിപ്പം കറക്റ്റാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വണ്ടി കട്ടപ്പുറത്തായിട്ട് കൊണ്ട് വണ്ടി ചേർന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി കട്ടപ്പുറത്തുനിന്ന് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ഓയിലിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ 500 മില്ലി ഓയിൽ അതിലേക്ക് ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കുപ്പി മുറിച്ച പണൽ വെച്ചു. അതിലോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് ഓയിൽ, നമ്മൾ ഏകദേശം പകുതിൻ്റെ അടുത്ത് ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഓയിൽ ഗേജ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സാധനം ഏതാണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാക്സിമത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. മാക്സിമത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഓയിൽ അധികമായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ ടോപ്പൊക്കെ മൂടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് വരുന്ന കവറും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കവർ എടുത്ത് മെല്ലെ ടോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതവിടെ ലോക്കായി കിടന്നോളും. അപ്പോൾ നമ്മുടെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.